കേരള ഘടകം അത് സംബന്ധിച്ചിട്ട് വ്യക്തമായി പ്രതികരിക്കും. പക്ഷേ എങ്കിലും അതിലൊരു കാര്യം വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്, എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും. പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല, ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ ഞങ്ങളുടെ സർക്കാരിനെ പറഞ്ഞാലല്ല, ഞങ്ങൾ ഭരിക്കുമ്പോൾ മാത്രം എന്നെ എത്ര ചൊറിച്ചില്. ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരം വെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായതുകൊണ്ടോ അറിയാത്തതാണ്. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതുകൊണ്ട് കേരളത്തിൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. ഡാൻസ് ഓഫ് സംഘം പരിശോധിക്കാനെത്തിയപ്പോൾ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയുടെ 3-ാം നിലയിലെ മുറിയുടെ ജനാല വഴി ചാടിയാണ് രക്ഷപ്പെട്ടത്. സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ മറവിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു. നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു. കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. ഞാനെന്താ അതിൽ ചെയ്യാൻ പറ്റുക? ഇതിപ്പോൾ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റും? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ, മറ്റൊന്നും പറയാൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന വളരെ കൃത്യമായൊരു നിലപാട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ട്. ഷൈൻ ടോം ചാക്കോ കേരളം വിട്ടിരിക്കുന്നു, തമിഴ്നാട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മൾ പുറത്തുവിടുന്നത്. പറയട്ടെ, ആ ഗവൺമെന്റ് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. പക്ഷെ പോലീസ് ഇപ്പോൾ പറയുന്നത് അവിടെ എത്തി അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോ കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ മടങ്ങിയെത്തുന്ന വേളയിലായിരിക്കും നോട്ടീസ് നൽകിക്കൊണ്ട് വിളിച്ചു വരുത്തുക. പറയട്ടെ, ആ ഗവൺമെന്റ് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. പോടായിരുന്നു.